ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഏഷ്യാനെറ്റിലെ പവിത്രം സീരിയലിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ വിക്രം വേദനെ അവളുടെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കിക്കൊണ്ട് അതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇവിടെ മുത്തശ്ശി എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഈ പ്രശ്നത്തിന് മുത്തശ്ശിയാണ് കാരണമെന്നും എല്ലാവരും പറഞ്ഞ് വേദയോട് പോയി റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും അവരുടെ റൂമിലേക്ക് പോവുകയാണ്. വിക്രമിൻ്റെ വീട്ടിൽ അമ്മയും ഏട്ടത്തിമാരും വേദയും കൊണ്ട് എങ്ങോട്ട് പോയെന്ന ആശങ്കയോടുകൂടി അവിടെ കാത്തിരിക്കുകയാണ്. ആശങ്കയൊന്നും വേണ്ട, വേദേനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയെന്നും അവളിവിടെ ജീവിക്കേണ്ടവളല്ല എന്നും പറഞ്ഞ് വിക്രം അവൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്നു. സങ്കടത്തോടു കൂടി വിക്രമിൻ്റെ അമ്മയും ശ്രീചേട്ടത്തിയും വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ വിക്രം ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. വേദ അവിടെങ്ങാനുമുണ്ടോ? തലേ ദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ച് വിക്രം സങ്കടപ്പെടുന്നു. അപ്പോഴേക്കും അവിടെ രാധ കുറച്ച് സ്വീറ്റുമായി കയറി വരികയും മൂത്ത ഏട്ടത്തിക്ക് നീട്ടിയപ്പോൾ വേണ്ടാന്ന് പറയുകയും രണ്ടാമത്തെ ഏട്ടത്തി വന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്തു. വേദ പോയ കാര്യം അറിഞ്ഞുവെന്നും അത് നന്ദിനി ഏട്ടത്തിയാണ് വിളിച്ചു പറഞ്ഞതെന്നും പറഞ്ഞ് നന്ദിനിയോട് അപ്പോഴത്തേക്കും ശ്രീചേട്ടത്തി കയർത്തു സംസാരിക്കുകയും ചെയ്യുന്നു. വിക്രം രാധയോടും ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ വേദയും മുത്തശ്ശിയും ഒരു തിരുമേനിയെ കാണുകയും തൻ്റെ ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏറ്റവും നല്ല ദാമ്പത്യമാണ് കിട്ടിയിരിക്കുന്നതെന്നും തിരുമേനി അവരോട് തിരിച്ചു പറയുന്നു. എന്നാൽ വേദയുടെ ആശങ്കകൾ വിട്ടുപോകുന്നില്ല. എന്നാൽ ഭഗവാനെ വിചാരിച്ച് ഒരു കൂവളത്തില ഇട്ടു ഭഗവാനോട് തന്നെ ചോദിച്ചു കൊള്ളാൻ പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേദ ചെയ്യുന്നു. അപ്പോൾ തിരുമേനി ചോദിക്കുന്നു, ഭഗവാൻ എന്തു പറഞ്ഞു? തിരിച്ച് വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ പറഞ്ഞു എന്ന് പറയുന്നു. വിക്രമിൻ്റെ വീട്ടിലാണെങ്കിൽ രാധയും വിക്രമനും ചേർന്നുള്ള വിവാഹത്തിൻ്റെ കാര്യം ഇടയിൽ കയറി കുറേ പ്രാവശ്യം പറഞ്ഞ് വിക്രമിനെ ദേഷ്യപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് അവിടേക്ക് കയറി വന്ന വേദയെ കണ്ട് രാധയും വിക്രമും അതിശയത്തോടു കൂടി നോക്കുകയാണ്. ഇതൊന്നും വകവയ്ക്കാതെ വേദ വിക്രമിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോകുന്നു. ദേഷ്യം വന്ന വിക്രം, നീ എന്തിനാണ് തിരിച്ചു വന്നതെന്നും തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് എൻ്റെ വീടെന്നും പറഞ്ഞ് തിരിച്ച് വിക്രമിനോട് വേദ കയർത്തു സംസാരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന രാധ, ഇവിടെ നിനക്കൊരു അധികാരവുമില്ലെന്നും നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ രാധ വേദയോട് പറയുന്നു. അത് പറയാൻ നിനക്കെന്താണ് ഇവിടെ അധികാരമെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാധ പറഞ്ഞു, ഇവിടുത്തെ മരുമകളാകാൻ പോകുന്ന കുട്ടിയാണ് ഞാനെന്നും പറയുന്നു. ഞാൻ ഓൾറെഡി ഇവിടുത്തെ മരുമകളാണെന്നും അതുകൊണ്ട് ഇവിടെ എനിക്ക് അവകാശമുണ്ടെന്നും വേദ രാധയോട് പറയണു. ഇതിൻ്റെ ഇടയിൽ വിക്രമും വേദയും തമ്മിൽ കയർത്തു സംസാരിക്കുന്നു. അപ്പോഴേക്കും അച്ഛൻ അവിടേക്ക് കയറി വരുന്നു. വിക്രമിനെ ശകാരിക്കുന്നു. കമലമ്മയോടും ശകാരിച്ച് സംസാരിക്കുന്നു. തലേ ദിവസം നടന്ന കാര്യങ്ങൾ കമലമ്മ മാഷിനെ അറിയിക്കുന്നു. വിക്രം കാട്ടിക്കൂട്ടിയത് സുധാകരൻ മാഷ് സംസാരിക്കുന്നു. വേദയോട് ആരുമായി ഒരു ബന്ധം കാണിക്കണ്ടെന്നും ഇവിടെ ഉറങ്ങിയും താമസിച്ചു കൊള്ളുവാൻ അല്ലാണ്ട് വേറെ ഒരു ബന്ധവും ഇവിടെ ആർക്കുമായും ഉണ്ടാകരുതെന്നും എല്ലാവരോടുമായി പറയുന്നു. രാധ നിറകണ്ണുകളോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടി വേദ അവിടെ നിൽക്കുന്നു. പലവരും പല വഴിക്ക് അവരവരുടെ കാര്യങ്ങളാൽ അവിടുന്ന് പിരിയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.